ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു അൺബോക്സിംഗ് ആണ് കാണിക്കുന്നത്. കുറച്ച് പ്ലാൻസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് ഇപ്പോൾ ആദ്യം ഞാനൊരു അടീനിയാണ് ഒരു 4 അടീനി ഓർഡർ ചെയ്തായിരുന്നു. അതിൽ ഫസ്റ്റ് നല്ല രീതിയിലുള്ള പ്ലാൻസാണ്. പാക്കിങ്ങും വളരെ നന്നായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിക്കാം, ആ നഴ്സറീനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താമെന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പം ഒരു ഫേണാണ് വരുന്നത്. അപ്പോൾ നല്ല രീതിക്ക് ഉള്ള ഫേൺസായിരുന്നു അയച്ചു തന്നത്. നല്ല ബുഷി ആയിട്ടുള്ള ഫേൺസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് കമൻസിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പറയാമെന്നുള്ള രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം അത്യാവശ്യം നോമിനലായിട്ടുള്ള റേറ്റിംഗ് ആണ്. ഒരു കൂടുതലായിട്ടുള്ള റേറ്റിംഗ് ഒന്നും വന്നിട്ടേ ഇല്ല. പ്ലാൻസിനെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളുടെ നഴ്സറി ആണെന്നും ശരിക്കും മനസ്സിലാവും. കാരണം അത്രയധികം നമ്മൾ കെയർ ചെയ്തിട്ടാണ് അയച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതിലിപ്പം സാൻസിവേറയുടെ 2 ടൈപ്പ് മോഡൽ ആണ് അയച്ചിരിക്കുന്നത്. ആ പാക്കിംഗ് ഒക്കെ അത്രയും കെയറിങ് ആയിട്ടാണ് നമുക്ക് പാക്കിംഗ് വന്നിരിക്കുന്നത്. ഇത് ആസ്പെരാഗസ് ഫേണാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആസ്പെരാഗസ് ഫേണിൻ്റെ തന്നെ നല്ലൊരു പ്ലാന്റാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഉള്ളത് പിന്നെ സാൻസിവേറയുടെ കുറച്ചധികം സാൻസിവേറയുടെ മോഡൽസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ വേറെ മോഡലായിട്ട് 2 ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സാൻസിവേറ ഇത് ഇപ്പോൾ പാക്കിങ്ങിൽ കണ്ടത് നല്ല ഹെൽത്തി, നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സാണ് അയച്ചിരിക്കുന്നത്. ഇത് സാൻസിവേറയുടെ തന്നെ മക്കാഡോ എന്ന് പറയുന്നൊരു വെറൈറ്റി. അപ്പോൾ അത് അവർ ജസ്റ്റ് അവിടെ നിന്ന് തന്നെ നഴ്സറിയിൽ നിന്ന് തന്നെ എനിക്ക് സംഭവം എല്ലാം കറക്റ്റായിട്ട് കാണിച്ചു തന്നായിരുന്നു. ഫോട്ടോസിലൂടെ തന്നെ പ്ലാന്റ്സിൻ്റെ ഹെൽത്തും കാര്യങ്ങളും. അതാണ് ഏറ്റവും കൂടുതൽ എനിക്കിതിൽ ഇതുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ആ കാണിച്ചു തന്ന അതേ പ്ലാന്റ്സ് തന്നെ നല്ല ഹെൽത്തി റൂട്ട്സാണ് എല്ലാത്തിലും ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാൻസാണ് അയച്ചത്. അപ്പോൾ ഞാനിത് ഓരോന്നിൻ്റെ റേറ്റ് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതിയല്ലോ. കാരണം ഇപ്പോൾ നമുക്കൊരു പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ റേറ്റ് നമുക്ക് അറിയണ്ടൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ് വേണമെങ്കിൽ എത്രയാണെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ റേറ്റ് ഞാൻ അതിൽ അയച്ചു തരാം. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ തന്നെ ഇട്ട് തരാം. പിന്നെ അവരുടെ നഴ്സറി ഡീറ്റെയിൽസും കോൺടാക്റ്റ് നമ്പറൊക്കെ ചെയ്യാം. അപ്പോൾ ആവശ്യമില്ലാണ്ട് നമ്മളൊരു കോൺടാക്റ്റ് നമ്പർ വെച്ച് വെക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഇടാത്തത്, റേറ്റും പറയാത്തത്. ഓക്കെ, എന്തായാലും നോമിനൽ റേറ്റാണ്, നിങ്ങൾക്ക് ഒരിക്കലും ഇതാവേണ്ടി വരില്ല. ഇതിപ്പോൾ അവർ ഫ്രീ ആയിട്ട് എനിക്ക് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ആമ്പൽ അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും പ്ലാൻസ് ഓർഡർ ചെയ്ത സ്ഥിതിക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് എനിക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള 2 ആമ്പലുകൾ എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പ്ലാൻസിനോട് അത്രയധികം താല്പര്യമുള്ള ഒരാളാണ് ഇത് അയച്ചിരിക്കുന്നതെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാനും പ്ലാൻസിനോട് അത്രയും താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ഞാനായാലും ഇവിടുന്ന് പ്ലാൻസ് അയച്ചു കൊടുക്കുമ്പോൾ അത്രയും രീതിയിൽ, അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതും ഒരു ബ്ലാക്ക് CC അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ വെച്ചതാണ്, ടോട്ടൽ ഓർഡറിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ചെറിയ ഓർഡേഴ്സിനൊന്നും അവർക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ല. അഡീനിയംസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ബട്ട് ഇത് അത്രയധികം നമുക്കറിയാം ഇതിൻ്റെ അത്ര നല്ല പ്രായമുള്ള വർഷങ്ങൾ 1-2 വർഷം പ്രായമുള്ള രീതിയിലുള്ളതാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അഡീനിയത്തിൻ്റെ ഞാനൊരു 4 കളേഴ്സ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, 4 കളേഴ്സാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം നല്ല ഇതാണ് വന്നത്. അപ്പോൾ ഞാൻ ടോട്ടലി അൺബോക്സിംഗ് ആയിട്ട് തന്നെ ഞാനിപ്പോൾ ഏത് പ്ലാൻസ് വരുമ്പോഴും ഒരു അൺബോക്സിംഗ് വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു യൂട്യൂബിലും കൂടെ നിങ്ങൾക്കും കൂടെ കാണുന്നവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഹെൽപ്ഫുൾ ആവട്ടെ എന്നുള്ള രീതിയിലാണ് യൂട്യൂബിൽ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീഡിയോസായിട്ട് എടുത്തത്. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇപ്പോൾ അത്യാവശ്യം 2-2.5 വർഷം പ്രായമുള്ളൊരു ഹെൽത്തി അടീനിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിപ്പോൾ 1 മാസം കൊണ്ട് തന്നെ പൂക്കൾ വരും. പൊതുവെയൊക്കെ ചില സമയത്ത് ഇലകളൊക്കെ നന്നായിട്ട് കൊഴിഞ്ഞു പോയാലും കുഴപ്പമില്ല. ബട്ട് ഇതിൽ ഇല പോലും പൊഴിഞ്ഞിട്ടില്ല, അത്രയും നല്ല പാക്കിംഗ് ആയിരുന്നു. ഈ ആമ്പൽ തന്നെ വാഴയിലയിൽ പാക്ക് ചെയ്താണ്. ഓക്കെ, ഇതിപ്പോൾ ഒരു ട്വിസ്റ്റ് വെറൈറ്റി, അതായത് നമ്മുടെ ഈ അലോവേറ മറ്റേ സക്യുലൻസ് മോഡലിൽ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നിട്ടുള്ള ഒരു ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ ലീവ്സിനൊക്കെ ഒരു ട്വിസ്റ്റ് മോഡലാണ്. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റിയാണ് ഇത് അയച്ചിരിക്കുന്നത്. ഇതും നല്ല ഹെൽത്തി പ്ലാന്റാണ്. പോട്ട്സോട് കൂടി തന്നെ നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി കാക്ടസുകളുണ്ട്. ഇപ്പോൾ സാൻസിവേറ ഞാൻ കാണിച്ചു ഇപ്പം. ഓക്കെ, ഇത് സെക്കൻഡിൽ വരുന്നതാണ്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മോഡൽ തന്നെ. നിങ്ങൾ ക്ലാരിറ്റി ആയിട്ട് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പേപ്പർ ബാക്ക്ഗ്രൗണ്ടായിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഞാൻ ഇപ്പോൾ കാക്ടസിൻ്റെ ഒരു വെറൈറ്റി. എനിക്ക് കാക്ടസ് കുറച്ചായിട്ട് ഒരു കാക്ടസിലേക്ക് ഒരു ക്രേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കാക്ടസിൻ്റെ മേടിച്ച കാക്ടസാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടോ, നല്ല ഒരു 4-5 ഷൂട്ട്സ് വരുന്ന രീതിയിലുള്ള
അത്യാവശ്യം ഷൂട്ട്സ് എന്ന് പറയാൻ പറ്റില്ല, അതിനൊരു ബ്രാഞ്ചായിട്ട് വരുന്നത്. പക്ഷേ ആ ബ്രാഞ്ചുകളൊക്കെ നമുക്ക് അടുത്തെടുത്ത് വേറെ വേറെ നടാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇനി കുറച്ചുകൂടി വലുതായതിന് ശേഷവും ചെയ്യാൻ പറ്റും, അങ്ങനെയാണ്. അപ്പോൾ സെയിൽസൊക്കെ ഉള്ളവർക്ക് അത് സെയിൽ ചെയ്യാനും പെട്ടെന്ന് ഒരു മാസം കൊണ്ട് തന്നെ അടുത്ത കിക്കീസ് വരും. അപ്പോൾ നമുക്ക് തന്നെ ഇത് സെയിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഹാഫ് പ്രൈസിൽ സെയിൽ ചെയ്താൽ പോലും നമുക്ക് ലാഭമാണ് വരുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന പ്ലാൻസ് മുതലിൽ കയറും. അപ്പോൾ അങ്ങനെയാണ് ഞാനും ചെയ്യുന്നത്. ഓക്കെ, അത്യാവശ്യം ഞാൻ അങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത്. നല്ലൊരു സെയിൽ പർപ്പസിന് വേണ്ടിയിട്ടല്ല മൊത്തം ചെയ്യാറ്, ബട്ട് നമ്മുടെ മേടിച്ച പ്ലാൻസിൻ്റെ ഒരു മുതലിരിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ ഇതും ആ ട്വിസ്റ്റ് വെറൈറ്റീൻ്റെ കുറച്ച് 2-3 കിക്കീസുള്ളൊരു മോഡൽ ഞാൻ പറഞ്ഞിട്ട് തന്നെ വെപ്പിച്ചാണ് എക്സ്ട്രാ. അപ്പോൾ ഇതാണ് വരുന്നത്. അതും ഒന്നും അനങ്ങിയിട്ട് പോലും ഇല്ല കൊറിയർ. ആ കൊറിയറിൻ്റെ ആ ഒരു ഗുണം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു ചെറിയ പൊട്ടൽ പോലും അതിന് വന്നിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ. ഞാൻ ജസ്റ്റ് പറയുന്നത് മാത്രമല്ല. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ലേ, അങ്ങനെ ചുറ്റി കെട്ടി ഓരോന്നിലും ഇൻസുലേഷൻ ടേപ്പ്. അപ്പോൾ അത് മനസ്സിലാക്കണം ആ എഫേർട്ട് എന്താണെന്നേ. ഓരോന്നിൻ്റെയും മണ്ണ് അതിൻ്റെ പോട്ടി മിക്സ് പോലും പുറത്ത് പോകാത്ത രീതിയിൽ സൈഡിൽ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് ചുറ്റിനും നോട്ടീസുകൾ അവിടെ നിന്നൊക്കെയോ ആയിട്ട് നോട്ടീസുകൾ കളക്ട് ചെയ്ത് വെച്ചത് ഒക്കെ എടുത്ത് കംപ്ലീറ്റ്ലി അതിൻ്റെ ഉള്ളിലും ഇൻസുലേഷൻ വെച്ചിട്ടുണ്ടോ കണ്ടോ, ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പം അത്രയധികം കെയർഫുള്ളായിട്ട് ഡാമേജ് വരാത്ത രീതിയിൽ ഞാൻ പലരിടത്തും ഓർഡർ ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ നമുക്ക് പ്ലാൻസ് കിട്ടിയിട്ടുണ്ട്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ എനിക്ക് പറയാം. ഓക്കെ, എനിക്ക് കിട്ടിയതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് പാക്കിംഗ് ആയിരുന്നു. പ്ലാൻസും അത്രയധികം ഹെൽത്തി. ഇതിലും ഈ വേറൊരു കാക്ടസ് അതേപോലെ തന്നെ കണ്ടില്ലേ, നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അതിലും 3-4 ബ്രാഞ്ചസ് ഉള്ളത്. ചിലവർ നമുക്ക് അയക്കുമ്പം കാണിക്കുന്ന പിക്സിലുള്ള സാധനം പോലും അല്ല അയക്കുക. അപ്പം ഇതിൽ എക്സാക്ട്ലി എന്നെ കാണിച്ച ആദ്യം ഇതാണ് സംഭവം എന്ന് പറഞ്ഞ് കാണിച്ച സാധനം തന്നെയാണ് എനിക്ക് കയ്യിൽ വന്നിരിക്കുന്നത്. അതിലിപ്പോൾ അടുത്തൊരു വേറൊരു വെറൈറ്റി. അപ്പോൾ ഇതിൽ എനിക്ക് ആ പുതിയ കാക്ടസ് വെറൈറ്റീസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് കൂടി ഒരു എയിമുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് അതെല്ലാം കൂടെ നിരത്തി വെച്ചിട്ടുള്ളൊരു വീഡിയോയും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതിനെക്കുറിച്ച് ഈ കാക്ടസ് വെറൈറ്റീസിനെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. വാങ്ങിയിട്ട് കളക്ട് ചെയ്യാവുന്ന നല്ലതാണ്. നമുക്ക് അങ്ങനെ കെയറിങ് വേണ്ട. 10 ദിവസത്തിലൊക്കെ ഒരിക്കൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടു. തീരെ കെയറിങ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് സാൻസിവിയർ ആയാലും കാക്ടസ് ആയാലും. ഓക്കെ, ഇതാണ് ഒരു മൊത്തത്തിലായിട്ട് അയച്ച പ്ലാന്റ്സിൻ്റെ മൊത്തം. ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഏതൊക്കെയാണ് പ്ലാന്റ്സ് ആയിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ്. ഇത് നമ്മുടെ ഇതിനനുസരിച്ച് വരുന്ന ഒരു സാൻസിവിയറുടെ ഡ്രം സ്റ്റിക്കിൻ്റെ മിനിയേച്ചർ വെറൈറ്റി. ഇത് CC അവർ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു വെച്ചതാണ്. സാൻസിവിയറ കാക്ടസ് വെറൈറ്റീസ് ഉണ്ട്. 1, 2, 3, 4 വെറൈറ്റീസ് കാക്ടസ്. പിന്നെ ഒരു സീബ്ര അലവീറ വരുന്നുണ്ട്. പിന്നെ മെക്കാഡോ മിനിയേച്ചർ. പിന്നെ ഇവിടെ ഇത്രയും പ്ലാന്റ്സ് തന്നെ. ഈ കണ്ടില്ലേ സ്പൈറലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ വൈറ്റ് ബോട്ടിൽ ഡാർക്ക് ഷെയ്ഡ് വരുന്നത് ഒക്കെ വൈറ്റ് ബോട്ടിൽ വെക്കുമ്പോൾ പ്രത്യേക രസമാണ് കാണാൻ. ഭയങ്കര രസമാണ് സംഭവം കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഈ സ്പൈറൽ വെറൈറ്റീസ് കണ്ട. ഇതൊക്കെ ആ ഒരു സെക്യുലൻസിൽ വരുന്ന കാറ്റഗറിയാണ്, കാക്ടസ് സെക്യുലൻസിൽ. പിന്നെ അലവീറേൻ്റെ ഞാൻ ഈ പറഞ്ഞ സീബ്ര വെറൈറ്റി നല്ല രസമാണ് ഇത് കാണാൻ. അപ്പോൾ നമുക്ക് മിനിയേച്ചറാക്കി ഇൻഡോറൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് കുറച്ച് വെളിച്ചം മതി. പിന്നെ വളരെയധികം കെയറിങ് കുറവ് മതി. ഇതിപ്പോൾ മെക്കാഡോയുടെ വലിയ മോഡൽ ഡ്രം സ്റ്റിക്ക് പോലെ വരുന്ന ടൈപ്പ് സാൻസിവിയറാണ്. അപ്പോൾ വളരെയധികം കെയറിങ് കുറവ് വേണ്ട വെറൈറ്റീസാണ്. അപ്പോൾ ഞാൻ കാക്ടസിനെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും പോട്ടിങ്ങും ഒക്കെ പറയുന്ന രീതിയിലുള്ളൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്ന പ്ലാന്റ്സ് ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഒരാഴ്ച ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെമോ വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ വെറുതെ ഇതിനകത്ത് ഇട്ടിട്ട് ആവശ്യമില്ലാത്തൊരു ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് തരാം. അപ്പോൾ വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്ന ഒരു നഴ്സറിയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.